ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം കേട്ടോ. ഇന്ന് എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓനക്കൊരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോണത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട. കമ്പനിക്കാരൻ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, എൻ്റെ പെങ്ങളെ മോൻ തന്നെയാണ്. അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ബോക്സ് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ താൽക്കാലികം ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കർ ഓർഡർ ആക്കിയിട്ടുണ്ട് എൻ്റെ കമ്പനിക്കാരൻ്റെ കയ്യിൽ നിന്ന്. മോൻ ഇതിൻ്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ രാത്രി എന്തായാലും മോൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ബർത്ത്ഡേ. അപ്പോൾ അന്ന് കാണാം നമുക്ക്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വീഡിയോ കാണട്ടെ. സോ നമ്മളെ ഗിഫ്റ്റ് നമ്മളിപ്പോൾ വരും കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനസ് ഇപ്പോൾ വരും. അനസ് ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ജിമ്മിന് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനസ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ബോസേ എവിടെ കണ്ടിട്ട് കുറേ ദിവസമായില്ല. അജ്മൽ എവിടെ? നേരത്തെ അടിച്ചു എവിടെ? നമ്മളെ ഗിഫ്റ്റ് എവിടെ? ഇതായിരിക്കുന്നുണ്ട് നമ്മളെ ഗിഫ്റ്റ്. ഇതായിരിക്കുന്നു സ്പീക്കർ. ഇതാണ് നമ്മളെ സ്പീക്കർ കേട്ടോ. അവൻ എന്നും പറയും എന്താ പറയുക, സ്പീക്കർ വാങ്ങണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇതാ സ്പീക്കറിൻ്റെ ബോട്ട് അല്ലേ, കറച്ചല്ലേ? അവനിങ്ങനെ പറയുമ്പോൾ സ്പീക്കർ വാങ്ങണം. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടത് അനസാണ്. അനസിനാണ് ഇങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ അനസിനെ കോൺടാക്ട് ചെയ്തു. താങ്ക് യു അനസ്. ഇനി എന്തായാലും ബർത്ത്ഡേ ഉള്ള ദിവസം ഞാൻ കൊടുക്കുന്ന ദിവസം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം ഞാൻ പ്ലാൻ ഇട്ടിട്ട് നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്. ജപ്പാൻ സ്കോയിലാണ് കേട്ടോ മേടിച്ചത്. ബ്ലൂടൂത്ത് ഇട്ടാ നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് വെച്ച് ഇവനാണ് നമുക്ക് മേടിച്ചത്. താങ്ക് യു അനസ്, താങ്ക് യു സോ മച്ച്. അനസാട്ടോ വാങ്ങിച്ചത്. നമ്മളവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം. ഇത് വെച്ചിട്ട് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി പോട്ടെ. പറയല്ലേ വരാൻ കുറച്ച് നേരം വെക്കി പോയിട്ടാ നമ്മളെ ഗിഫ്റ്റ് തരികയാണ്. പിന്നെ കേക്കും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് മെൽറ്റായി പോയിക്കണമെന്നറിയില്ല. എന്തായാലും പോയോക്കട്ടെ. വണ്ടി കുറച്ച് ലോങ് ഇടാൻ തീരുമാനിച്ചിട്ടാണ്. സത്യം പറയാട്ടോ, ഇതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഞാനെവിടെ ആയിരിക്കും? ഞാനിപ്പോൾ ഖത്തറിലാണ് കേട്ടോ എൻ്റെ വിചാരം. എന്തായാലും പോയേക്കാം. ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാലും വിശ്വസിച്ചില്ല. അത് ഇത് വിശ്വസിച്ചോ ഇല്ല. ഞാൻ ടിക്കറ്റിന്റെ ഫോട്ടോ വരെ അയച്ചതില്ല. അതാ സത്യം. ഞാൻ സത്യമായിട്ടുള്ള എക്സ്പ്രഷൻ പെട്ടെന്നിട്ട് ഒരു തുറന്നു നോക്ക് മാൻ. സ്പീക്കർ ലാസ്റ്റ് സ്പീക്കർ വായിച്ചത് കേട്ടോ. അടിപൊളി സാധനം, നല്ല സൗണ്ട് ഉണ്ട്. അടിപൊളി സാധനമാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒറിജിനൽ വിശ്വസിച്ചോ ഇല്ലയോ? എന്റെ പ്രാങ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരോട് പറഞ്ഞു അന്ന് കടാറ് സാധനം ആയിട്ട് തരും. അത് കറക്റ്റ് കൊണ്ടില്ലേ? ഇല്ലയോ? ഞാൻ എൻ്റെ കമ്പനിക്കാരൊക്കെ വിളിച്ച് സെറ്റാക്കിയതാ ഫുള്ള്. അതൊക്കെ വിളിച്ചിട്ട് കുറേ ദിവസം മുന്നേ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്നലെ തന്നെ കിട്ടിയത്. തുറക്ക്. ഇതാണ് സർപ്രൈസ്. കേക്കൊക്കെ മെൽറ്റ് ആയാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഫാഹിം എഴുതിയിട്ടുണ്ട്.
എപ്പോഴാ എത്തിയത് ഹോസ്പിറ്റലില്? 12 മണി. ആരെങ്കിലും വിളിച്ച വിഷ് ചെയ്ത് ആരെങ്കിലും? ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ മാൻ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എത്ര വയസ്സായി? വയസ്സ് പറയാൻ പാടില്ല. ഉമ്മ കൊടുക്ക്. നമ്മളെ ബർത്ത്ഡേ ബോയ് ഇട്ടിരിക്കുന്നു. ബർത്ത്ഡേ ബോയ് എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി മജ്ജ. ബർത്ത്ഡേ ബോയിന്റെ ഒരു ചെറിയൊരു ചിലവുണ്ട് കേട്ടോ. നമ്മളതിന് വന്നിരിക്കുകയാണ്. നമ്മൾ ദൈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഒരു ചായ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നാളെ ആരാ വരുന്നത്? ഇർഫാന, നമ്മളൊരു ബഡാ ദോസ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അവരെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ നാളെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഇന്നലെ ഒന്ന് ചായ കുടിച്ച് ഒന്ന് വൈബാക്കിയിട്ട. അപ്പോൾ ഇന്ന് ഫായിമിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആര് വന്നിക്കുന്നു? ഓൻ്റെ ഒരു കമ്പനിക്കാരൻ വന്നിട്ടുണ്ട്. ഇർഫാൻ വന്നിട്ട്, ഇർഫാൻ. അപ്പോൾ ഓനോടെ ചമ്പ്രോട്ടം വരാൻ തന്നിക്കണം. ഓനും പിന്നെ അപ്പോൾ തന്നെ ഫായിമും ഫഹദും എല്ലാവരും വരാൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് നേരം പോയിരുന്ന് സംസാരിക്കുക. എന്നിട്ട് തിരിച്ച് വേഗം വന്ന് കിടന്നിറക്കാം. നാളെ ഞായറാഴ്ചയാണ്. ഒന്ന് സുഖമായിട്ട് കിടന്നിറങ്ങുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ പോട്ടെ, അവിടെ എത്തിയിട്ട് നേരൊക്കെ കാണിച്ചു തരാം. ബോസേ, ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ചങ്ക് വന്നിക്കുന്ന ഞാൻ കുറേ ആയി പറയുന്നു. എവിടെ ഞങ്ങൾ ഇർഫാൻ അത് വന്നുകൊണ്ടിരിക്കുന്നു. അവർ ഞങ്ങളെ ജിമ്മൻ ഇർഫാൻ ഇട്ടാ. ഞങ്ങൾ ഒരേ ഒരു ബോഡി ബിൽഡർ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇവരെ വന്നുകൊണ്ട് ഒരു ഫേവറേറ്റ് ആണ് നമ്മളെ. അല്ലല്ല, അഞ്ഞിച്ച് കൂടുതൽ കമ്പനി ഇങ്ങനെയാണ്. എനിക്ക് ആഫീനറിയാം. ആഫി എന്താ വേറെ? ആഫ്രി. അങ്ങനെ കുറച്ച് ചൂളരൊക്കെ അറിയാം. ഇവന് പിന്നെ ഒരു പണിക്കും പോകാത്തോണ്ട് ഇവൻ പണിക്കും കൊണ്ടപ്പോ ഇപ്പൊ പണിക്കുന്നുണ്ട്. പോലീസിന്റെ പണിക്കുണ്ട്. അത് സത്യം. മറ്റുള്ളവർക്കെല്ലാം തിരക്കായോണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഒരു വീണ്ടും മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരുപാട് കാലം ദീർഘായുസോട് കൂടി ജീവിക്കട്ടെ. ഇന്നലെ കഴിഞ്ഞായി. അല്ല, പക്ഷെ ഇന്ന് നമ്മള് ഒരെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ടല്ലോ ഇവിടെ ഉള്ളപ്പോ. അപ്പൊ ഭാസ്കര ഇവർക്ക് നല്ലൊരു കഴിവുണ്ട്. ഓനെ അത് നമ്മള് ഇതിൽ ആഡ് ചെയ്യും. അതെ, അത് നമ്മള് ലാസ്റ്റ് നമ്മള് ആ കുന്നിന്റെ മേലെ ആഡ് ചെയ്ത്. ഓക്കെ, കുറെ ഫോട്ടോ എടുക്കുന്നത്. നാളെ ഒരു ചെറിയ കുഞ്ഞു ബ്ലോഗും കൂടി. എത്ര ചായയാണ് ബർത്ത്ഡേ പോയി മേടിച്ചത്? 2 ചായ. 4 പേരുണ്ട്. 4 പേര്. രണ്ടും തടിയുള്ള 4 പേര്. 4 പേർക്ക് തന്നിക്കണ 2 ചായ. 4 പേർക്ക് 2 ചായ. പക്ഷെ വളരെ മോശം അല്ലേ? സോ നമ്മളെ സെറ്റ് ആക്കുന്നതായിരിക്കും നാളെ. ഒരു ബർത്ത്ഡേക്കാരെ അല്ല, ബർത്ത്ഡേക്കാരൻ ജോലിക്ക് പോകണില്ലല്ലോ. അപ്പൊ പിന്നെ അത് നമ്മളെ ബാധകല്ല. പോറ്റിയത് ഞാനാ. അതെ അല്ലേ?